കിച്ചൺ ക്യാബിനറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിഞ്ചസ് ആണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ ഈ കൺസീൽഡ് ക്യാബിനറ്റ് ഡോർ ഹിഞ്ചസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് യൂഷ്വലി ക്യാബിനറ്റ്സിൽ യൂസ് ചെയ്യാറുള്ള ഹിഞ്ചസ്. ഇത് 0 ക്രാങ്ക്, 8 ക്രാങ്ക് ആൻഡ് 16 ക്രാങ്ക് ഹിഞ്ചസ് ആണ്. അതായത് 0 ഡിഗ്രി ക്രാങ്ക്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അറിയണത്. അതായത് ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ മുകളിൽ എന്നുള്ള, അതിൻ്റെ ഹൈറ്റ് ഏറ്റവും കുറവുള്ളത് 0 ക്രാങ്ക്. പിന്നെ അതിൻ്റെ കുറച്ച് പൊങ്ങിയതാണ്ട അവിടെ അതുള്ളത് 8 ക്രാങ്ക്. പിന്നെ ഇത് കുറച്ചുകൂടെ നല്ലപോലെ ഹൈറ്റ് ഉണ്ട്, അതിന് പറയണതാണ് 16 ക്രാങ്ക്. ഇതാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുള്ള ഹിഞ്ചസ് കേട്ടോ. അപ്പോൾ ഇത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ്. അതായത് നമ്മൾ സാധാരണ ഹിഞ്ചസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ടപ്പേ എന്നുള്ളൊരു സൗണ്ടും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഡോർ അടയുന്നത്. പക്ഷേ ഇതിന് പകരമായിട്ട് നല്ല സോഫ്റ്റ് ക്ലോസ് ആയിട്ട് നമുക്കൊരു ഇതുമില്ലാണ്ട് ഇത് അടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് കാണിച്ചു തരാം. വേണ്ട പയ്യെ വന്നതാണ് ഇതുപോലെ അടഞ്ഞോളും. അപ്പോൾ ഇതാണ് ഇപ്പം യൂസ് ചെയ്യണം കേട്ടോ. കൂടുതലും ഇത് തന്നെയാണ് എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് ഒക്കെ അനുസരിച്ച് വില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒരു സ്പ്രിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഇത് സോഫ്റ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റണത്. പിന്നെ ഇതാണ് ആ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമല്ലോ, അത് ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഹിഞ്ചസിൽ തന്നെ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ. ഇതും കൂടെ ഒന്നിച്ചാണ് വന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കമ്പനിയുടെ ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരും കേട്ടോ. അത് ജസ്റ്റ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ടിത് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഹിഞ്ചസൊക്കെ ഉണ്ടോ, ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യും. അതുപോലെ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ ചെറിയ വിടവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഓരോ സ്ക്രൂസിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ്, വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ഈ സ്ക്രൂവിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് നമുക്കിതിൻ്റെ ഒരു കാർപ്പൻറ്റർ കാര്യങ്ങൾ നമ്മുടെ ഇതിപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് പോയി, അപ്പോൾ ചെറിയൊരു ഇത് അടയ്ക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രശ്നമല്ല, നമുക്കിത് വീട്ടിൽ തന്നെ ആ ഒരു സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കിത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ നോർമൽ ഹിഞ്ചസ്. മറ്റേത് സോഫ്റ്റ് ക്ലോസ് ആയിരുന്നു, ഇത് നോർമൽ ഹിഞ്ചസ്. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ നോർമൽ ഹിഞ്ചസിൽ ഈ ഒരു സ്പ്രിങ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് ക്ലോസ് ഫിറ്റ് ചെയ്യാൻ കേട്ടോ കാണിക്കുന്നത്. സെയിം രീതി തന്നെയാണ് നോർമൽ ഹിഞ്ചസിന് കേട്ടോ. അപ്പോൾ ഈ ഹിഞ്ചസ് ഫിറ്റ് ചെയ്യാനായിട്ട് 16 mm മുതൽ 22 mm വരെയുള്ള പ്ലൈവുഡ്സാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പ്ലൈവുഡിൽ നമ്മൾ ഒരു ഹോൾ ആദ്യമേ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് മൾട്ടി ബോറിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡ്രില്ലിൽ 35 mm വിറ്റിട്ടിട്ടും ഈ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ആ ഒരു ഹിഞ്ചസ് ഇങ്ങനെ വച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് മുറുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെവൽ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലൈവുഡിൻ്റെ പീസ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡോറിന് 2 ഇതുപോലത്തെ ഹിഞ്ചസാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ആണെങ്കിലും എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഹോള് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആയിട്ട്. കാരണം ഇതിപ്പോൾ ഒരുപാട് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ മൾട്ടി ബോറിംഗ് മെഷീൻ യൂസ് ചെയ്യണതാണ് എളുപ്പം. അതുപോലെ മെഷീനിലാകുമ്പോൾ കുറച്ചുകൂടെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി 0 ക്രാങ്കും അതുപോലെ 8 ക്രാങ്കും യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാബിനറ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഫസ്റ്റ് ഡോറും ലാസ്റ്റ് ഡോറും, അതായത് 3 ഡോർസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റും 3rd ഡോറും 0 ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ഫുൾ ഓവർലേ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ആ ഒരു എല്ലാ സൈഡും ഒരേപോലെ വന്നത് കണ്ടോ. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഓവർലേ. ഇത് 8 ക്രാങ്കാണ്. നടുക്കത്തെ ഡോറ് 8 ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ഹാഫായിട്ടാണ്, അത് ഹാഫ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സൈഡ് കണ്ട ആ ഒരു വുഡിൻ്റെ, അതായത് പ്ലൈവുഡിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിന് ഹാഫ് ഓവർലേ എന്ന് പറയും. പിന്നെ നമ്മൾ 16 ക്രാങ്ക് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുത്തിട്ടില്ല. 16 ക്രാങ്കാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഇൻസെറ്റ്, അതായത് ഉള്ളിലേട്ടായിരിക്കും അത് വന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ഹിഞ്ചസ്, കോർണർ ഹിഞ്ചസ് ആയിട്ട് വന്നതൊക്കെ 165 ഡിഗ്രി ഹിഞ്ചസൊക്കെയാണ് വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുകൂടാതെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഹിഞ്ചസിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്